ശാന്തി. 4/12/72 ബാബയുടെ വാണിയുടെ സാരം. മഹാവീർ ആത്മാവോങ്കി റൂഹാനി ദിൽ. മഹാവീരന്മാരായ ആത്മാക്കളുടെ ആത്മീയ ദിൽ. ബാബ പറയുകയാണ്, ബാബ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ സമയം സഭി കഹാം ബൈഠേ ഹോ. ബാബ ചോദിക്കാണ്, ഈ സമയം എല്ലാവരും എവിടെയാണ് ഇരിക്കുന്നത്? സാകാരി ദുനിയാമേ ബൈഠേ ഹോ വാ ആകാരി ദുനിയാമേ ബൈഠേ ഹോ. സാകാരി ലോകത്തിലാണോ ഇരിക്കുന്നത് അതോ ആകാരി ലോകത്തിലാണോ, സൂക്ഷ്മ ലോകത്തിലാണോ? आकारी दुनिया में इस साकार दुनिया के आकर्षण से परे अपने को अनुभव करते हो व आकारी रूप में स्थित होते साकारी दुनिया की कोई भी आकर्षण अपनी तरफ आकर्षित नहीं करते हैं. ബാബ ചോദിക്കുന്നു, ആകാരി ലോകത്തിൽ, അതായത് സൂക്ഷ്മ ലോകത്തിൽ ഈ സാകാര ലോകത്തിന്റെ ആകർഷണത്തിൽ നിന്നും എല്ലാം ഉപരിയായിട്ട് സ്വയം ഇരിക്കുന്നതാണോ അനുഭവിക്കുന്നത്, അതോ ആകാരി സ്വരൂപത്തിൽ, അതായത് നമ്മുടെ ഫരിസ്ത സ്വരൂപത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഈ സാകാരി ലോകത്തിലെ യാതൊരു ആകർഷണവും തന്റെ വശത്തേക്ക് ആകർഷിക്കാത്ത തരത്തിലാണോ ഇവിടെ ജീവിക്കുന്നത്? साकारी दुनिया के भिन्न भिन्न प्रकार के आकर्षण से एक सेकंड में अपने को न्यारा और बाप का प्यारा बना सकते हो. ബാബ വീണ്ടും ചോദിക്കുന്നു, സാകാരി ലോകത്തിലെ പലതരത്തിലുള്ള ആകർഷണങ്ങളിൽ നിന്നും ഒരു നിമിഷത്തിൽ സ്വയത്തെ വേർപെടുത്തി അനാസക്തരാക്കി അതേപോലെ തന്നെ ബാബയ്ക്ക് പ്രിയപ്പെട്ടവരാക്കി മാറ്റുവാൻ സാധിക്കുന്നുണ്ടോ? കർമ്മ കർത്തേ ഹുയേ കർമ്മ ബന്ധനോം സേ പരേ. അതായത് കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടും, സാകാരി ലോകത്തിൽ കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ടും കർമ്മബന്ധനങ്ങളിൽ നിന്നും ഉപരിയായി ബന്ധന യുക്ത സേ ബന്ധന മുക്ത സ്ഥിതി അനുഭവ കർത്തേ ഹോ. അതായത് ബന്ധനത്തിൽ നിന്നും, ബന്ധനത്തിൽപ്പെട്ട അവസ്ഥയിൽ നിന്നും ബന്ധനമുക്ത സ്ഥിതി അനുഭവിക്കുന്നുണ്ടോ? സാകാര ലോകത്തിൽ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ടും ബന്ധനമുക്തമായ സ്ഥിതി കുട്ടികൾ അനുഭവിക്കുന്നുണ്ടോ? അഭി അഭി ആപ് റുഹാനി महावीरनियों को डायरेक्शन मिले कि शरीर से परे अशरीरी ആത്മാഭിമാനി ബന്ധൻ മുക്ത് യോഗയുക്ത ബൻ ജാവോ. ബാബ പറയുകയാണ്, ഇപ്പോ നിങ്ങൾ കുട്ടികൾക്ക്, അതായത് ആത്മീയ മഹാവീരന്മാർക്കും മഹാവീരണിമാർക്കും ബാബയുടെ നിർദ്ദേശം ലഭിക്കുകയാണ്. എന്ത് നിർദ്ദേശം? ശരീരത്തിൽ നിന്നും ഉപരിയായി അശരീരി ആത്മാഭിമാനി ബന്ധനമുക്ത യോഗയുക്ത സ്ഥിതിയിലേക്ക് വരൂ എന്ന് ബാബയുടെ നിർദ്ദേശം ലഭിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏക സെക്കൻഡിനെയും സ്ഥിതി ഹോ സക്തേ ഹോ. അങ്ങനെ ഒരു നിർദ്ദേശം ബാബ കുട്ടികൾക്ക് നൽകുകയാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്ഥിതിയിലേക്ക് വരാൻ സാധിക്കുമോ? जैसे हठयोगी अपने श्वास को जितना समय चाहिए उतना समय रोक सकते हैं. ഹഠയോഗികളുണ്ട്, അവർക്ക് അവരുടെ ശ്വാസത്തെ അവർ ആഗ്രഹിക്കുന്ന അത്രയും സമയം പിടിച്ചു നിർത്താൻ സാധിക്കുന്നുണ്ട്. ആ സഹയോഗി, സഹജയോഗി, സ്വതയോഗി, സദായോഗി, कर्मयोगी श्रेष्ठ योगी अपने संकल्प को श्वास को प्राणेश्वर बाप के ज्ञान के आधार पर जो संकल्प जैसा संकल्प जितना समय करना चाहो उतना समय उसी संकल्प में स्थिर हो सकते हो. ബാബ ചോദിക്കുന്നു, ഹഠയോഗികൾക്ക്
തന്റെ ശ്വാസത്തെ അവരാഗ്രഹിക്കുന്ന അത്രയും സമയം പിടിച്ചു നിർത്താൻ കഴിയുന്നത് പോലെ നിങ്ങൾ സഹജയോഗി കുട്ടികൾക്ക്, സ്വാഭാവിക യോഗികളായിട്ടുള്ള കുട്ടികൾക്ക്, സദായോഗികളായിട്ടുള്ള കുട്ടികൾക്ക്, കർമ്മയോഗിയും ശ്രേഷ്ഠ യോഗികളുമായിട്ടുള്ള കുട്ടികൾക്ക് തന്റെ സങ്കല്പത്തെ, തന്റെ ശ്വാസത്തെ, ശ്വാസം എന്ന് ഉദ്ദേശിക്കുന്ന സങ്കല്പത്തെ പ്രാണേശ്വരനായിട്ടുള്ള ബാബയുടെ ജ്ഞാനത്തിന്റെ ആധാരത്തിൽ ഏത് സങ്കല്പം, എങ്ങനെയുള്ള സങ്കല്പം എത്ര സമയം നിങ്ങൾക്ക് ചിന്തിക്കണോ അത്രയും സമയം ആ സങ്കല്പത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുവാൻ, അതായത് ആ സങ്കല്പത്തിൽ മാത്രം സ്ഥിതി ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അഭി അഭി ശുദ്ധ संकल्प में रमण करना, अभी अभी एक संकल्प में स्थित होना, यह प्रैक्टिस सहज कर सकते हो? ബാബ ചോദിക്കുകയാണ്, ഇപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ശുദ്ധ സങ്കല്പങ്ങളിൽ നിങ്ങൾ വിടുന്നു, ശുദ്ധ സങ്കല്പങ്ങളെ കുറിച്ച് കുട്ടികൾ ചിന്തിക്കുന്നു. അപ്പോൾ തന്നെ ബാബയുടെ നിർദ്ദേശം ലഭിക്കുകയാണ്, ഒറ്റ സങ്കല്പത്തിലേക്ക് വരൂ, ഏക സങ്കല്പത്തിലേക്ക് വരൂ, ഏകാഗ്രതയിലേക്ക് വരൂ എന്ന് ബാബയുടെ നിർദ്ദേശം കിട്ടുകയാണ്. അപ്പൊ ശുദ്ധ സങ്കല്പങ്ങൾ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഒന്നിന് പിന്നാലെ ഒന്നൊന്നായിട്ട് ശുദ്ധ സങ്കല്പങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഏതെങ്കിലും ഒരു സങ്കല്പത്തിലേക്ക് വരുവാനുള്ള നിർദ്ദേശം കിട്ടിയാൽ ഒരു സങ്കല്പത്തിലേക്ക് വരുവാൻ കുട്ടികൾക്ക് സാധിക്കണം. ബാബ ചോദിക്കുന്നു, ഇങ്ങനെയുള്ള പ്രാക്ടീസ് സഹജമായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നുണ്ടോ? ചെയ്യുന്നത് ശുദ്ധ സങ്കല്പങ്ങളാണെങ്കിൽ പോലും ആഗ്രഹിക്കുന്ന ഒരു സങ്കല്പത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് വരാനും ആ ഒരു സങ്കല്പത്തിൽ തന്നെ ആഗ്രഹിക്കുന്ന അത്രയും സമയം നിലനിൽക്കുവാനും ആ ചെയ്യുന്ന പ്രാക്ടീസ് ബാബ ചോദിക്കുന്നു, സഹജമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? जैसे स्थूल में चलते चलते अपने को जहां चाहे रोक सकते हो. അപ്പൊ നമ്മൾ കാലുപയോഗിച്ച് നടക്കുകയാണ്, നടന്ന് അങ്ങനെ പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കും, കാലുകളെ നിർത്താൻ സാധിക്കും. അചൽ അഡോൾ സ്ഥിതി കാ ജോ ഗായൻ ഹേ വഹ് കിനോ കാ ഹേ. ബാബ ചോദിക്കുകയാണ്, അചഞ്ചലമായ സ്ഥിതിയെക്കുറിച്ചും ഇളകാത്ത സ്ഥിതിയെക്കുറിച്ചുമൊക്കെ ഭക്തി മാർഗത്തിൽ ധാരാളം മഹിമ പാടാറുണ്ട്. അതൊക്കെ ആരെ കുറിച്ചാണെന്നറിയാമോ? തും മഹാവീർ വീർനിയാം ശ്രീമത് പർ ചലനെ വാലെ ശ്രേഷ്ഠ ആത്മായെ ഹോന. നിങ്ങൾ മഹാവീരന്മാരും മഹാവീരണിമാരും ശ്രീമത്ത് അനുസരിച്ച് ജീവിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കളല്ലേ? श्रीमत के सिवाय और सभी मतें समाप्त हो गई ना. അപ്പൊ ശ്രീമത്ത് ഒഴിച്ച് മറ്റെല്ലാ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന, ഇപ്പൊ ബാബ പറയാണ്, മുമ്പ് മന്മത്തുണ്ടായിരുന്നു, പരമത്തുണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ സമാപ്തമായി കഴിഞ്ഞില്ലേ? കോയി ഔർ മത് വാർത്തോ നഹി കർത്തി. മറ്റേതെങ്കിലും നിർദ്ദേശങ്ങൾ, മറ്റേതെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ യുദ്ധം നടത്താറില്ലല്ലോ. മന്മത് ഭി വാർ ന കരേ. നിങ്ങളുടെ മന്മത്ത് പോലും നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ വരരുത്. ശാസ്ത്രവാദിയോ കി മതേ ഗുരുവോ കി മത് കലിയുഗി സംബന്ധിയോ കി മത് യേ തോ സമാപ്ത് ഹോ ഹി ഗയി. ശാസ്ത്രവാദികളുടെ നിർദ്ദേശങ്ങൾ, അതായത് ഈ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് പാരായണം ചെയ്തിട്ട് അവർ ഓരോ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അവരുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ, ഗുരുക്കന്മാരുടെ, ഭക്തി മാർഗത്തിലെ ഗുരുക്കന്മാരുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ, അതേപോലെ തന്നെ കലിയുഗത്തിലെ സംബന്ധങ്ങളുടെ ആൾക്കാരുടെ, ബന്ധുമിത്രാദികളുടെ അഭിപ്രായങ്ങളായിക്കോട്ടെ, ബാബ പറയുന്നു അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സമാപ്തമായി കഴിഞ്ഞു. लेकिन मनमत अर्थात अपनी अल्पज्ञ आत्मा के संस्कारों के अनुसार संकल्प उत्पन्न होता है और उस संकल्प को वाणी व कर्म तक भी लाते हैं, तो उसको क्या कहेंगे? ഇപ്പോ പരമത്ത് നമ്മൾ അവസാനിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഗ്രന്ഥങ്ങളിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ മുമ്പ് നമ്മൾ അനുസരിച്ചിരുന്നു, ഗുരുക്കന്മാര് പറയുന്നത് അനുസരിച്ചിരുന്നു. അതുപോലെ കലിയുഗത്തിലെ സംബന്ധങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ അനുസരിച്ചിരുന്നു. ഇപ്പൊ അതെല്ലാം നമ്മൾ അവസാനിപ്പിച്ചു. ഇനി ബാക്കിയുള്ളത്
മന്മത്താണ്. സ്വന്തം അഭിപ്രായങ്ങൾ, സ്വന്തം തന്നിഷ്ടങ്ങൾ. ബാബ പറയാണ് സ്വന്തം അല്പജ്ഞ ആത്മാവിന്റെ സംസ്കാരമനുസരിച്ച്, അതായത് നമ്മൾ അനേക ജന്മങ്ങളിൽ ദേഹബോധത്തിന്റെ ആധാരത്തിൽ വന്നവരാണ്. അങ്ങനെ ദേഹാഭിമാനത്തിന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മുടെ ഓരോ തീരുമാനങ്ങൾ, ബാബ പറയുന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം സങ്കല്പങ്ങൾ സ്വന്തം ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടോ ആ സങ്കല്പങ്ങൾ പിന്നീട് നമ്മുടെ വാക്കുകളായിട്ട് വരുന്നു, നമ്മുടെ കർമ്മങ്ങളായിട്ട് വരുന്നു. ബാബ പറയുന്നു, ഇപ്പോഴും നിങ്ങളിൽ നിന്നും തന്നിഷ്ടമനുസരിച്ചുള്ള ചിന്തകളും വാക്കുകളും കർമ്മങ്ങളും വരികയാണെങ്കിൽ അതിനെ എന്താണ് വിളിക്കുന്നത്? ഇസ്കോ ശ്രീമത് കഥേങ്കി. ബാബ ചോദിക്കുന്നു, ഇതിനെ ശ്രീമത്ത് എന്ന് വിളിക്കുമോ? വാ വ്യർത്ഥ സങ്കല്പി ഉത്പത്തിക്കോ ശ്രീമത് കഥേങ്കി. വ്യർത്ഥ സങ്കല്പങ്ങൾ ഉണ്ടാകുന്നതിനെ ശ്രീമത്ത് എന്ന് വിളിക്കുമോ? तो श्रीमत पर चलने वाले एक संकल्प भी मनमत व आत्माओं के मत अर्थात परमत पर नहीं कर सकते. അതായത് ശ്രീമത്ത് അനുസരിച്ച് നടക്കുന്ന കുട്ടികൾ അവരുടെ ഒരു സങ്കല്പം പോലും മന്മത്തനുസരിച്ചോ അല്ലെങ്കിൽ മറ്റാത്മാക്കളുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചോ, അതായത് പരമത്തനുസരിച്ചോ സങ്കല്പിക്കുക പോലുമില്ല. സ്ഥിതി की स्पीड तेज न होने कारण कुछ न कुछ श्रीमत में मनमत व परमत मिक्स होती है. പക്ഷെ കുട്ടികൾക്ക് സംഭവിക്കുന്നത് സ്ഥിതിയുടെ സ്പീഡ് കുറവായതുകൊണ്ട് കുട്ടികളുടെ സ്ഥിതി നല്ല രീതിയിൽ പുരോഗമിക്കുന്നില്ല, മന്ദഗതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് സംഭവിക്കുന്നത് ശ്രീമത്തിൽ കുറച്ചൊക്കെ മന്മത്തും പരമത്വം മിക്സ് ആകുന്നുണ്ട്, കലർന്നു പോകുന്നുണ്ട്. जैसे स्थूल कार चलाते हो, पेट्रोल के अंदर अगर जरा भी कुछ चिचड़ा मिक्स हो जाता, रिफाइन नहीं होता है तो स्पीड नहीं पकड़ेगी. ഇപ്പൊ നമ്മൾ സ്ഥൂലതലത്തിൽ വാഹനം ഓടിക്കുകയാണ്, കാർ ഓടിക്കുകയാണ്. അപ്പോ അതിന്റെ പെട്രോളിൽ അല്പമെങ്കിലും ഏതെങ്കിലും മാലിന്യങ്ങൾ കലർന്നു പോയാൽ, അതായത് ശുദ്ധമായ ഇന്ധനമല്ല എങ്കിൽ കാർ ഓടേണ്ട വേഗത്തിൽ ഓടുകയില്ല. ഐസേ ഹി യഹാം ഭി സ്പീഡ് നഹി ബഡ്തി. ഇതേപോലെ തന്നെ വാസ്തവത്തിൽ ശ്രീമത്ത് മാത്രമാണ് കുട്ടികൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ എത്ര സ്പീഡിൽ കുട്ടികൾ പോകേണ്ടതാണ്. പക്ഷേ ആ ശ്രീമത്തിനുള്ളിൽ മന്മത്തും പരമത്തും കലർന്നു പോകുന്നത് കൊണ്ട് എത്ര സ്പീഡാണോ കുട്ടികളുടെ പുരുഷാർത്ഥം ഉണ്ടാകേണ്ടത് അത്രയും സ്പീഡ് ഉണ്ടാകുന്നില്ല. ചെക്ക് കരോ വാ കരാവോ ഈ കഹി മിക്സ്തോ നഹി ഹേ. ബാബ പറയാണ്, നിങ്ങൾ ചെക്ക് ചെയ്യൂ, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കൂ. സ്വയം ചെക്ക് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റാരെയെങ്കിലും കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കൂ. എവിടെയെങ്കിലും ശ്രീമത്തിനുള്ളിൽ നമ്മൾ മന്മത്തോ പരമത്തോ മിക്സ് ചെയ്യുന്നുണ്ടോ ചെക്ക് ചെയ്യുകയോ ചെക്ക് ചെയ്യിക്കുകയോ ചെയ്യൂ. യഹ് മിക്സ് ഫിക്സ് ഹോനെ നഹി ദേത്തി. ഇങ്ങനെ മിക്സ് ചെയ്താൽ, അതായത് ശ്രീമത്തിൽ മന്മത്തോ പരമത്തോ മിക്സ് ആയാൽ ഒരിക്കലും നമുക്ക് നമ്മുടെ സീറ്റിൽ ഫിക്സ് ആയി ഇരിക്കാൻ കഴിയില്ല, ഉറച്ചിരിക്കാൻ സാധിക്കില്ല. സമാനത്തിന്റെ സീറ്റിൽ ഉറച്ചിരിക്കാൻ സാധിക്കില്ല. ഡഗ്മഗ് ഹോത്തി രഹത്തി, ഉലഞ്ഞുകൊണ്ടിരിക്കും, ഇളകിക്കൊണ്ടിരിക്കും. श्रेष्ठ आत्माएं पदमापदम भाग्यशाली आत्माएं एक कदम भी पदमों की कमाई के बिना नहीं गवाते. ബാബ പറയുകയാണ്, ശ്രേഷ്ഠ ആത്മാക്കൾ, കോടി മടങ്ങ് ഭാഗ്യശാലികളായിട്ടുള്ള ആത്മാക്കൾ അവരുടെ ഒരു ചുവട് പോലും കോടികളുടെ സമ്പാദ്യമില്ലാതെ വെറുതെ നഷ്ടപ്പെടുത്തുകയില്ല. റുഹാനി ഡ്രിൽ ആത്തി ഹെന. ആത്മീയ ഡ്രിൽ ചെയ്യാൻ നിങ്ങൾക്കറിയില്ലേ? അഭി അഭി നിരാകാരി, അഭി അഭി ആകാരി, അഭി അഭി സാകാരി കർമ്മയോഗി. ആത്മീയ ഡ്രില്ല് ഇങ്ങനെ ചെയ്യണമെന്ന് ബാബ പറയുകയാണ്. ഇടയ്ക്കിടെ നിരാകാരി, പരന്ധാമത്തിൽ ആത്മാ പോയിന്റ് ഓഫ് ലൈറ്റ് ആയിരിക്കുന്നു. അഭി അഭി ആകാരി, ഇടയ്ക്കിടെ സൂക്ഷ്മ ലോകത്തിലേക്ക് വരണം. പരിസ്ഥാ സ്വരൂപത്തിൽ സൂക്ഷ്മ ശരീരത്തിൽ ആത്മാ പോയിന്റ് ഓഫ് ലൈറ്റ് ആയിരിക്കുന്നു. പിന്നെയോ ഇടയ്ക്ക് സാകാരി ശരീരത്തിൽ, കർമ്മയോഗി ശരീരത്തിൽ
പോയിന്റ് ഓഫ് ലൈറ്റ് ആയിട്ട് ഭ്രുകുടി മധ്യത്തിലിരിക്കുന്നു. ഈ പ്രാക്ടീസ് നിരന്തരം ചെയ്യണം എന്ന് പറയുകയാണ്. നിരാകാരി, ആകാരി, സാകാരി പ്രാക്ടീസ് ചെയ്യണം. ദേരി നഹി ലഗ്നി ചാഹി, ഒത്തിരി സമയമെടുക്കരുത്. സ്ഥിതി മാറാൻ ഒത്തിരി സമയമെടുക്കരുത്. പ്രാക്ടീസ് അത്രയും സ്പീഡിൽ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആ സ്ഥിതി മാറ്റിയെടുക്കുവാനുള്ള ആ ഒരു അവസ്ഥ ഉണ്ടാകണം. അതായത് സാകാരി എന്ന് ചിന്തിക്കുമ്പോൾ സാകാരി ശരീരത്തിൽ ആത്മാ പോയിന്റ് ഓഫ് സൈറ്റ് ഭ്രുകുടി മധ്യത്തിലിരിക്കുന്നു. ആകാരി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ പരിസ്ഥ ശരീരത്തിൽ പ്രകാശബിന്ദു ആത്മായിരിക്കുന്നു. അതേപോലെ നിരാകാരി എന്ന് ചിന്തിക്കുമ്പോൾ പരംധാമത്തിൽ ആത്മാ പോയിന്റ് ഓഫ് ലൈറ്റ് ആയിരിക്കുന്നു. ആ സ്ഥിതി കാണുക മാത്രമല്ല, ആ സ്ഥിതി കൂടി അനുഭവിക്കാൻ സമയം അധികം എടുക്കരുത്, പെട്ടെന്ന് തന്നെ സാധിക്കണം എന്ന് ബാബ പറയുകയാണ്. ജൈസെ സാകാർ രൂപ് അപ്നാ ഹേ വൈസേ ഹി നിരാകാരി ആകാരി രൂപ് ഭി അപ്നാ ഹി ഹേന. അപ്പൊ ഈ സാകാര ശരീരത്തെ ഓർമ്മിക്കാൻ നമുക്ക് പ്രയാസമില്ല. സാകാരി ശരീരം സ്വന്തം ശരീരമാണ്. ഇതേപോലെ തന്നെ നിരാകാരി രൂപവും ആകാരി ഫരിസ്ത സ്വരൂപവും അതും നിങ്ങളുടേത് തന്നെയല്ലേ. അപ്പനെ ജിസ്കോ അപ്പനാന ഉസ്മേ ദേരി ക്യാ. സ്വന്തം വസ്തുവിനെ സ്വന്തമാക്കുക, അതിനെ സ്വന്തമെന്ന് ഫീൽ ചെയ്യുക, അതിന് സമയമെടുക്കേണ്ട കാര്യമുണ്ടോ? പരായി ചീസ്കോ അപ്പനാനേമേ കുച്ച് സമയം ലഗേഗ. അപ്പോ മറ്റ് അന്യരുടെ വസ്തുക്കളാണെങ്കിൽ നമ്മുടേതെന്ന് ചിന്തിക്കണമെങ്കിലും സ്വന്തമാക്കണമെങ്കിലും കുറച്ച് സമയമെടുത്തേക്കാം. സോച്ച് ചലേക, ചിന്ത നടന്നേക്കാം. അയ്യോ അത് ചെയ്യണോ വേണ്ടയോ, തന്റേതാണോ അല്ലയോ, ചിന്തകൾ നടന്നേക്കാം. ലേക്കിൻ ഏതോ അപ്നാഹി അസലി സ്വരൂപ് ഹി. പക്ഷേ നിരാകാരി സ്വരൂപം എന്ന് പറഞ്ഞാലും സൂക്ഷ്മമായ ഫരിസ്ത സ്വരൂപം എന്ന് പറഞ്ഞാലും നിങ്ങളുടെ സ്വന്തം വാസ്തവിക അവസ്ഥയാണ്. जैसे स्थूल चोले को कर्तव्य के प्रमाण धारण करते हो और उतार देते हो. ഇപ്പൊ സാധാരണ നമ്മൾ സ്ഥൂലമായ വസ്ത്രത്തെ നമ്മളിപ്പോ ഒരു ജോലി ചെയ്യുമ്പോൾ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് യൂണിഫോം നമ്മൾ ധരിക്കാറുണ്ട്, വസ്ത്രം ധരിക്കാറുണ്ട്. അപ്പൊ കർത്തവ്യം അനുസരിച്ച് നമ്മൾ വസ്ത്രം ധരിക്കുന്നു. അതേപോലെ ആ കർത്തവ്യം കഴിയുമ്പോൾ ആ വസ്ത്രം മാറ്റിവെക്കുന്നു. വൈസേഹി इस साकार देह रूपी चोले को कर्तव्य के प्रमाण धारण किया और न्यारा हुआ. ഇതേപോലെ ഈ സാകാര ശരീരമാകുന്ന വസ്ത്രം നമുക്ക് ഈ സാകാര ലോകത്തിലെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ധാരണ ചെയ്യുന്നു. ഇനി സാകാര ലോകത്തിലെ കർമ്മം കഴിഞ്ഞാൽ അതിൽ നിന്നും വേറിടുന്നു. അങ്ങനെ ശരീരത്തെ ധാരണ ചെയ്യുകയും ശരീരത്തിൽ നിന്ന് വേറിടുകയും ചെയ്യുന്ന പ്രാക്ടീസ് നിരന്തരം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതാണ് ആത്മീയ ഡ്രിൽ എന്ന് പറയുന്നത്. लेकिन जैसे स्थूल वस्त्र भी अगर टाइट होते हैं तो सहज उतरते नहीं है. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളിപ്പോ സ്ഥൂലമായ വസ്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒരു വസ്ത്രം നമ്മൾ ധരിച്ചത് കുറച്ച് നമുക്ക് ടൈറ്റ് ആണെന്നിരിക്കട്ടെ, ഇറുക്കമാണെന്നിരിക്കട്ടെ, അതിനെ പെട്ടെന്ന് നമുക്ക് ഊരി മാറ്റാൻ സാധിക്കുകയില്ല. ऐसे ही अगर आत्मा का यह देह रूपी वस्त्र देह के दुनिया के माया के आकर्षण में टाइट अर्थात खींचा हुआ है तो सरल उतरेगा नहीं, अर्थात सहज न्यारा नहीं हो सकेंगे. അപ്പോൾ ഇറുകിയ വസ്ത്രം ശരീരത്തിൽ നിന്നും പെട്ടെന്ന് ഊരി മാറ്റാൻ സാധിക്കാത്തത് പോലെ തന്നെ ആത്മാവിന്റെ ഈ ദേഹമാകുന്ന വസ്ത്രവും ഇറുക്കമുള്ളതാണെങ്കിൽ, ഇറുക്കം എന്ന് പറഞ്ഞാൽ ദേഹത്തിന്റെ ലോകത്തിന്റെയോ അല്ലെങ്കിൽ മായയുടെയോ ആകർഷണത്തിൽ വന്ന് ടൈറ്റ് ആയിരിക്കുകയാണെങ്കിൽ, അതായത് അതിന്റെ ആകർഷണത്തിൽ പെട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കതിനെ ഊരിക്കളയാൻ സാധിക്കുകയില്ല. അതായത് സഹജമായിട്ട് ഈ ശരീരമാകുന്ന വസ്ത്രത്തിൽ നിന്നും നമുക്ക് വേറിടാൻ സാധിക്കുകയില്ല. സമയമെടുക്കും. ഥക്കാവട്ട് ഹോത്തി ഹെ, ക്ഷീണം തോന്നും. അപ്പൊ ഈ ശരീരത്തോടും അതേപോലെ ശരീരത്തിന്റെ പദാർത്ഥങ്ങളോടും ലോകത്തോടും സംബന്ധങ്ങളോടും എത്രത്തോളം നമുക്ക് മമത്വമുണ്ടോ അത്രത്തോളം നമുക്കിതിൽ നിന്ന് വേറിടുക എന്ന് പറഞ്ഞാൽ പരിശ്രമമുള്ള കാര്യമാണ്. അപ്പൊ ഇപ്പോഴേ അതിന് വേറിടുന്ന പരിശ്രമങ്ങൾ നമ്മൾ പ്രാക്ടീസുകൾ ചെയ്തെങ്കിൽ മാത്രമേ സഹജമായിട്ട് നമുക്കതിൽ നിന്ന് വേറിടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. कोई भी कार्य जब संभव नहीं होता है तो
ഥക്കാവട്ട് വ പരേശാനി ഹോഹി ജാത്തി ഹി. ഏതെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി പെട്ടെന്ന് നടക്കുന്നില്ല എങ്കിൽ, സാധ്യമാകുന്നില്ല എങ്കിൽ, അതല്ലെങ്കിൽ ബാബ പറയുന്ന പരിശ്രമം നമുക്ക് ഉണ്ടാകുന്നുവെങ്കിൽ ചിലപ്പം നമുക്ക് ക്ഷീണം തോന്നും. ക്ഷീണം തോന്നുകയും ചെയ്യും, നമ്മളങ്ങ് പരവശരാകുകയും ചെയ്യും. പരേശാനി കഭി ഏക ടിക്കാനെ ടിക്നെ നഹി ദേത്തി. അങ്ങനെ നമ്മൾ പരവശരായി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, ഉറച്ചിരിക്കാൻ പറ്റത്തില്ല, ആകെ വെപ്രാളമായിരിക്കും ഉണ്ടാകുക. തോ യഹ് ഭക്തി കാ ഭടക്കന ക്യോ ശുരു ഹുവാ. അപ്പോ ബാബ ചോദിക്കാണ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഭക്തിയിലുള്ള അലച്ചിലുണ്ടല്ലോ, അവിടെ പോയി ഇവിടെ പോയി മറ്റിടത്ത് പോയി ശാന്തി തേടി അലയുകയാണ്. ഈ അലച്ചിൽ എങ്ങനെ ആരംഭിച്ചു എന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ? ജബ് ആത്മാ ഇസ് ശരീർ രൂപി ചോലെ കോ ധാരൻ കർനെ और न्यारे होने में असमर्थ हो गई. ഭക്തിയിലെ അലച്ചിൽ ആരംഭിച്ചത് ഇങ്ങനെയാണ്. അതായത് ശരീരമാകുന്ന വസ്ത്രത്തെ ധാരണ ചെയ്യുവാനും അതിൽ നിന്നും വേറിടുവാനും ആത്മാവ് അസമർത്ഥമായി പോയി. അതായത് ആത്മാവ് ശക്തിഹീനമായി പോയി. കർത്തവ്യം ചെയ്യേണ്ട സമയത്ത് ശരീരത്തെ ധാരണ ചെയ്യാനും കർത്തവ്യം കഴിയുമ്പോൾ ശരീരത്തിൽ നിന്നും അനാസക്തമാകാനും ഉള്ള ശക്തി ആത്മാവിന് നഷ്ടപ്പെട്ടു. അങ്ങനെ ആ നഷ്ടപ്പെട്ടതിൽ നിന്നാണ് ആത്മാവ് പരവശരായിപ്പോയി. പരവശത വന്നപ്പോഴാണ് അലയാൻ തുടങ്ങിയത്, ഭക്തി മാർഗത്തിൽ അലയുവാൻ ആരംഭിച്ചത്. യഹ് ദേഹ കാ ഭാൻ അപ്പനെ തരഫ് ഖീഞ്ച് ഗയാ. ദേഹത്തിന്റെ ബോധം ഉണ്ടല്ലോ, അത് ആ ദേഹത്തിന്റെ പല കാര്യങ്ങളിലേക്കും നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. തബ് പരേശാൻ ഹോക്കർ ഭട്കന ശുരു കിയ. അങ്ങനെ പരവശരായിട്ടാണ് നമ്മൾ അലയാൻ ആരംഭിച്ചത്. लेकिन अब आप सभी श्रेष्ठ आत्माएं इस शरीर के आकर्षण से परे एक सेकंड में हो सकते हो. ऐसी प्रैक्टिस है. ബാബ ചോദിക്കുന്നു, പക്ഷെ ഇപ്പോ നിങ്ങൾ എല്ലാ കുട്ടികളും ശ്രേഷ്ഠാത്മാക്കളാണ്. അങ്ങനെ ശ്രേഷ്ഠാത്മാക്കളായ നിങ്ങൾ കുട്ടികൾ ഈ ശരീരത്തിന്റെ ആകർഷണത്തിൽ നിന്നും ഒരു സെക്കൻഡിൽ ഉപരിയായിട്ട് മാറണം. അങ്ങനെയുള്ള പ്രാക്ടീസ് നിങ്ങൾക്കുണ്ടോ? പ്രാക്ടീസ് की परीक्षा का समय कौन सा होता है. ഇനി പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള പരീക്ഷ ഏത് സമയത്താണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? അതായത് പ്രാക്ടീസ് കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന സന്ദർഭം ഏതാണെന്നറിയാമോ? ജബ് കർമ്മഭോഗ് കാ ജോർ ഹോത്താ ഹെ. അതായത് കർമ്മഭോഗ്, ഏതെങ്കിലും രോഗങ്ങൾ നമുക്ക് വരുമ്പോഴാണ് ഇത്തരം ശരീരത്തിൽ നിന്ന് വേറിടുന്ന പ്രാക്ടീസുകളൊക്കെ ചെയ്യാൻ ഏറ്റവും എളുപ്പം. അപ്പൊ ശരീരത്തിന് രോഗം വരുന്നത് വാസ്തവത്തിൽ നമുക്ക് ദേഹത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആകാനുള്ള, ദേഹത്തിന്റെ ആകർഷണത്തിൽ നിന്നും വേറിടാനുള്ള ഒരു പ്രാക്ടീസിന് വേണ്ടി മാത്രമാണ്. ബാബ അത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ബ്രാഹ്മണാത്മാക്കൾക്ക് രോഗം വരുന്നത് ഒരിക്കലും ഒരു കഷ്ടമല്ല. വാസ്തവത്തിൽ ബ്രാഹ്മണാത്മാക്കൾക്ക് രോഗം വരുന്നത് ഒരു വൻ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം ശരീരത്തിന്റെ രോഗം കഠിനമാണോ ശക്തമാണോ അത്രത്തോളം നമുക്ക് ദേഹത്തിൽ നിന്ന് വേറിടുവാനുള്ള പ്രാക്ടീസ് അവിടെ ചെയ്യുവാൻ സാധിക്കും. कर्मेंद्रियां बिल्कुल कर्म भोग के वश अपनी तरफ आकर्षित करे जिसको कहा जाता है बहुत दर्द है. ബാബ പറയാണ്, കർമ്മേന്ദ്രിയങ്ങൾ കർമ്മഭോഗിന് വശപ്പെട്ട്, ഈ രോഗപീഠയ്ക്ക് വശപ്പെട്ട് അതിലേക്ക് നമ്മളെ ആത്മാവിനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് കഠിനമായ വേദന എന്നാണ്. അതായത് ശരീരത്തിന് കഠിനമായ വേദന ഉണ്ടാകുമ്പോൾ, കഠിനമായ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ അസ്വസ്ഥതകളെ, വേദനകളെ ജയിക്കാനുള്ള ഒരൊറ്റ മാർഗം ഇതേ ഉള്ളൂ. ചിലപ്പോൾ ഒരു പക്ഷെ കഴിക്കുന്ന ഏത് മരുന്നുകൊണ്ടും ആ വേദനകൾ കുറയില്ല. അതും നമുക്ക് അനുഗ്രഹമാണ്. കാരണം എത്രത്തോളം നമുക്ക് ആ വേദനകളിൽ നിന്ന് മുക്തമാകണം എന്നുള്ള ചിന്തയുണ്ടോ അത്രത്തോളം നമ്മൾ ആത്മാ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആത്മാ പ്രാക്ടീസ് നമുക്ക് ചെയ്യുവാനുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്, ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് കഠിനമായ വേദനകളോടുകൂടിയുള്ള രോഗാവസ്ഥ എന്ന് പറയുന്നത്. കഹത്തെ ഹേ നാ ബഹുത്ത് ദർദ് ഹേ. അപ്പൊ നിങ്ങൾ പറയുമല്ലോ,
എന്തൊരു വേദനയാണിത്, എത്ര കഠിനമായ വേദനയാണിത്. ഇസ്ലിയെ ധോഡ ഭൂൽ ഗയി, അതുകൊണ്ട് ബാബയെ ഓർമ്മിക്കാൻ മറന്നു പോവുകയാണ്, ഈശ്വരീയ ജ്ഞാനത്തെ ഓർമ്മിക്കാൻ മറന്നു പോവുകയാണെന്ന് ചില കുട്ടികൾ പറയാറുണ്ട്. അത്രയും ശക്തമായ വേദനയായിരുന്നു. ആ വേദനയുടെ അനുഭവത്തിൽ ഈശ്വരനെ ഓർമ്മിക്കാൻ മറക്കുന്നു എന്ന് പറയുകയാണ്. ലേക്കിൻ യഹ് ടഗ് ഓഫ് വാർ കാ സമയ ഹെ. പക്ഷെ ബാബ പറഞ്ഞത് ഇതൊരു വടംവലിയുടെ സമയമാണ്. വടംവലിക്കാണ്. ശരീരത്തിന്റെ വശത്തേക്ക് ആത്മാവിനെ വലിക്കുന്നു. അപ്പൊ അതാ സംഭവിക്കുന്നത്. ആ സമയത്ത് നമുക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മബോധത്തിന്റെ പ്രാക്ടീസ് ചെയ്ത് ശരീരത്തിന്റെ ആ കഠിനമായ വേദനകളിൽ നിന്നും നമ്മളെ മുക്തമാക്കുവാൻ പരിശ്രമിക്കണം. ഐസേ സമയ കർമ്മ ഭോഗ് കോ कर्म योग में परिवर्तन करने वाले साक्षी हो, कर्मेंद्रियों को भोगवाने वाले जो होते हैं उनको ही अष्टरत्न कहा जाता है, जो ऐसे समय വിജയി ബൻ ദിഖാത്തെ ഹെ. അപ്പൊ ബാബ പറയാണ്, ഇങ്ങനെ ഒരു ശരീരവും ആത്മാവും തമ്മിലുള്ള ഒരു വടംവലിയാണ് ഇവിടെ നടക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് കർമ്മഭോഗിനെ, ഇത്രയും രോഗത്തിന്റെ പീഡയെ നമ്മൾ കർമ്മയോഗത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയാണെങ്കിൽ, അതായത് ആത്മബോധത്തിന്റെ പ്രാക്ടീസ് നിരന്തരം ചെയ്ത് ആ വേദനകളിൽ നിന്നും മുക്തമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ, സാക്ഷിയായി നിന്നുകൊണ്ട് കർമ്മേന്ദ്രിയങ്ങളുടെ വേദനയെ നമ്മൾ സാക്ഷിയായിട്ട് കാണുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബാബ പറയുന്നു, അത്തരം കുട്ടികളെ തന്നെയാണ് അഷ്ടരത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് അതികഠിനമായ വേദനയിൽ പോലും ആത്മബോധത്തിന്റെ പ്രാക്ടീസ് ചെയ്ത് ആ വേദനകളിൽ നിന്നും ഉപരിയായിട്ട് വരുന്ന കുട്ടികൾ. ബാബ പറയുന്നു, ഇങ്ങനെയുള്ള സമയത്ത് അവർ വിജയിയായിട്ട് മാറും. ആത്മബോധത്തിന്റെ പ്രാക്ടീസിൽ കൂടി അവർ വിജയിയായിട്ട് മാറും. അവരെയാണ് അഷ്ടരത്നങ്ങൾ എന്ന് വിളിക്കുന്നത്. क्योंकि रत्नों में सदैव अष्टशक्तियां कायम रहती है. കാരണം ഈ അഷ്ടരത്നങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യേകത അഷ്ടശക്തികൾ അവരിൽ ഉറച്ച നിലയിലുണ്ടായിരിക്കും, ശക്തമായ നിലയിലുണ്ടായിരിക്കും. ऐसे अष्ट ही भक्तों को अल्पकाल की शक्तियों का वरदान देने वाले इष्ट बंदे हैं. അങ്ങനെയുള്ള അഷ്ടരത്നങ്ങളായിട്ടുള്ള കുട്ടികൾ തന്നെയാണ് ഭക്തർക്ക്, അതായത് ഭക്തർക്ക് അല്പകാലത്തെ ശക്തികളുടെ വരദാനം നൽകി ഭക്തരുടെ ഇഷ്ടദേവനായിട്ട് മാറുന്നത്. അപ്പൊ ഈ നിലയിൽ അഷ്ടശക്തികളെ വളർത്തിയെടുക്കണമെങ്കിൽ അതിനെന്തായാലും ആത്മാ അഭിമാനി സ്ഥിതിയുടെ ഒരു ശക്തിശാലി സ്ഥിതി നമുക്ക് ആവശ്യമാണ്. അപ്പൊ ആ ആത്മാഭിമാനി സ്ഥിതിയുടെ ഒരു ഉയർന്ന സ്റ്റേജ് നമുക്ക് കിട്ടുവാൻ നമുക്ക് കഠിനമായ വേദനകളോടുകൂടിയ രോഗാവസ്ഥകൾ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. മേള അർത്ഥാത് മിലൻ. മേള എന്ന് പറഞ്ഞാൽ മിലനമാണ്, കൂടിച്ചേരലാണ്. യഹാം അന്തിം മേള കോൺസാ ഹോഗ. ബാബ ചോദിക്കുന്നത്, ഇവിടെ അന്തിമ സമയത്തെ മേള ഏത് തരത്തിലുള്ളതായിരിക്കും? സംഗം കി ബാത് സുനാവോ. സംഗമയുഗത്തിന്റെ കാര്യമാണ് ബാബ ചോദിക്കുന്നത്, അത് പറയൂ. കർമാതീത അവസ്ഥ ഭി തബ് ഹോഗി ജബ് പഹലെ മേള ഹോഗ. ബാബ പറയുന്നു, കർമാതീത അവസ്ഥ, സംഗമയുഗത്തിലെ ഏറ്റവും അവസാനത്തെ നമ്മുടെ സ്ഥിതിയാണ് കർമാതീത അവസ്ഥ. പക്ഷെ ആ അവസ്ഥ നമുക്ക് വരണമെങ്കിൽ അതിനു മുമ്പേ ഒരു മേള നടക്കണം എന്ന് ബാബ പറയുകയാണ്. ഒരു മേള നടന്നതിന് ശേഷം, മേള എന്ന് പറഞ്ഞാൽ മിലനം, യോജിക്കൽ, ഒരു യോജിക്കൽ മിലനം നടന്നതിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥയാണ് കർമാതീത അവസ്ഥ. അപ്പൊ ബാബ പറയുന്ന ഇതാണ്, അന്തിമ സമയത്തെ നമ്മുടെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, യോജിക്കുന്ന അവസ്ഥ, മിലനത്തിന്റെ അവസ്ഥ, ആ അവസ്ഥയിൽ വന്നവർക്ക് മാത്രമേ ഈ കർമാതീത അവസ്ഥ പ്രാപ്തമാക്കാൻ സാധിക്കുള്ളൂ. ബാബ പറയുന്നു, ആ മേള ഇതാണ്. बाबा के संस्कार, बाबा के गुण, बाबा के कर्तव्य की स्पीड और बाबा के अव्यक्त निराकारी स्थिति की स्टेज, सभी में समानता का मेला लगेगा. ബാബ പറയുന്നതാണ്, അന്തിമ സമയത്തെ കർമാതീത സ്ഥിതിക്ക് മുമ്പായിട്ട് നമുക്ക് ഉണ്ടാകേണ്ട ഒരവസ്ഥ ഇതായിരിക്കണം. ബാബയുടെ സംസ്കാരം, ബാബയുടെ ഗുണങ്ങൾ, ബാബയുടെ കർത്തവ്യത്തിന്റെ സ്പീഡ്, മാത്രമല്ല ബാബയുടെ അവ്യക്ത നിരാകാരി സ്ഥിതി,
ഇത്രയും കാര്യങ്ങളിൽ സമാനത ഉണ്ടാകണം. ബാബയുടെ ഈ അവസ്ഥകൾ എന്താണോ ആ അവസ്ഥകളുമായിട്ട് നമ്മൾ കുട്ടികൾക്ക് സമാനമായ അവസ്ഥയുണ്ടാകണം. അതാണ് ഇവിടുത്തെ മിലനം എന്ന് പറഞ്ഞാൽ. ബാബയുടെ അവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥ, അല്ല സാകാരത്തിലുള്ള മിലനമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ യോജിക്കൽ, മിലനം എന്ന് പറഞ്ഞാൽ യോജിക്കൽ എന്നാണ് അർത്ഥം. അപ്പൊ ആ ഒരു യോജിക്കൽ നമുക്ക് വരണം, ഒരുപോലെ വരണം, സമാനമായ അവസ്ഥ വരണം. ബാബയുടെ ഗുണങ്ങൾ, ബാബയുടെ സംസ്കാരം, ബാബയുടെ കർത്തവ്യം, അതേപോലെ ബാബയുടെ സ്ഥിതി, അവ്യക്ത നിരാകാരി സ്ഥിതി, ഇതിനോട് നമുക്ക് എപ്പോഴാണോ സമാന സ്ഥിതി വരുന്നത് അപ്പോഴാണ് മേള ഉണ്ടാകുന്നത്. ആ മേളയ്ക്ക് ശേഷം മാത്രമേ നമ്മുടെ കർമാതീത സ്ഥിതി ഉണ്ടാവുകയുള്ളൂ. അതായത് കർമാതീത സ്ഥിതി ഉണ്ടാകണമെങ്കിൽ നമ്മൾ ആദ്യം ബാപ്സമാൻ സ്റ്റേജിലേക്ക് വരണം. അല്ലാതെ കർമാതീത സ്ഥിതിയിലേക്ക് കുറുക്കുവഴികളൊന്നും തന്നെ ഇല്ല. जब आत्माएं बाप की समानता के मेले को मनावेगी तब जय जयकार होगी. അപ്പോൾ എപ്പോഴാണോ നമ്മൾ ആത്മാക്കൾ ബാബയുമായിട്ട് സമാനതയുടെ ഈ മേള ആഘോഷിക്കുന്നത് അപ്പോഴാണ് ഇവിടെ ജയ ജയാരവം ഉണ്ടാകുന്നത്. വിനാശ് കെ സമീപാവേങ്കി, അപ്പോഴാണ് നമ്മൾ ബാബയുടെ സംസ്കാരവുമായിട്ട് നമുക്ക് നമ്മുടെ സംസ്കാരം സമാന നിലയിൽ എത്തുമ്പോഴാണ് ഇവിടെ വിനാശം സമീപത്ത് എത്തിച്ചേരുന്നത്. ബാക്കി സമാനതാഹി വിനാശ് കോ സമീപ് ലാവേഗി. ബാബ പറയുന്ന വിനാശം ചുമ്മാതൊന്നും വരില്ല. വിനാശം വരണം എന്നുണ്ടെങ്കിൽ ബാബയുമായിട്ട് നമുക്ക് സമാനത വരണം. ആത്മാക്കൾക്ക് പരമാത്മാവുമായിട്ട് സമാന സംസ്കാരം വരണം. അപ്പോൾ മാത്രമേ വിനാശം സമീപത്തേക്ക് വരികയുള്ളൂ. മേള ലഗ്നേക്ക് ബാദ് ക്യാ ഹോത്താ ഹെ. ഈ മേള ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ ഇവിടെ സംഭവിക്കുക? ബാബ പറയുന്നു അതിശാന്തി. ബാബയുമായിട്ടുള്ള സംസ്കാരം, അതായത് നമ്മുടെ സംസ്കാരം ബാബയുടെ സംസ്കാരത്തിന് സമമാകുന്ന ആ മേള സംഭവിച്ചാൽ ഇവിടെ നടക്കുന്നത് അതിശാന്തിയായിരിക്കും. तो आत्माएं भी मेला मनावेगी फिर वानप्रस्थ में चले जावेगी. അങ്ങനെ ബാബയുടെ സംസ്കാരവുമായിട്ട് സമാനമായിട്ടുള്ള സംസ്കാരം നമുക്ക് വരുമ്പോ, ബാബയുമായിട്ടുള്ള ആ മിലനം നമ്മൾ ആഘോഷിക്കുമ്പോ അതിനുശേഷം നമ്മൾ ആത്മാക്കൾ വാനപ്രസ്ഥത്തിലേക്ക് തിരിച്ചു പോകും. അതായത് നമ്മുടെ വീട്ടിലേക്ക്, പരംധാമത്തിലേക്ക് തിരിച്ചു പോകും. वानप्रस्थ कहो अथवा कर्मादीद कहो लेकिन पहले यह मेला होगा. കർമാതീത സ്ഥിതി എന്ന് പറഞ്ഞാൽ അതാണ്. തിരിച്ചു വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥയാണ്. കർമാതീത സ്ഥിതി വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ശരീരം വിട്ട് വാനപ്രസ്ഥത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥ വരണമെങ്കിൽ ബാബ പറയുന്നു ലേക്കിൻ പഹലേ യഹ മേള ഹോഗ. ആദ്യം ഈ മേള നടക്കണം. മേള എന്ന് പറയുമ്പോൾ ഈ മിലനം, കൂടിച്ചേരൽ, സമാനത നടക്കണം. ബാബയുടെ ഗുണങ്ങളുമായിട്ടുള്ള സമാനത, നമ്മൾ ആത്മാക്കൾക്ക് ബാബയുടെ സംസ്കാരവുമായിട്ടുള്ള സമാനത, ബാബയുടെ കർത്തവ്യങ്ങൾ നമ്മളിൽ കൂടി നടക്കുന്ന ആ സമാനത, അതോടൊപ്പം തന്നെ ബാബയുടെ അവ്യക്ത നിരാകാരി സ്ഥിതിയിലേക്ക് നമ്മൾ വരുന്ന സമാനത. ഈ സമാനതകളുടെ മേള നടന്നാൽ മാത്രമേ കർമാതീത സ്ഥിതി ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ വിനാശം ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ നമ്മൾ തിരിച്ച് വാനപ്രസ്ഥത്തിലേക്ക് പോവുകയുള്ളൂ. അതാണ് ബാബ പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ ആത്മീയ ഡ്രിൽ അഭ്യസിക്കേണ്ടതുണ്ട്. അതായത് നിരാകാരി, ആകാരി, സാകാരി. കർമ്മം ചെയ്യുന്നതിന് വേണ്ടി സാകാര ശരീരത്തിന്റെ ആധാരം എടുക്കുന്നു. കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിൽ നിന്നും വേറിടുന്നു. അപ്പൊ ഇത് നമ്മൾ കർമ്മക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു നിമിഷമെങ്കിലും ഇങ്ങനെ ദേഹത്തിൽ നിന്നും വേറിടുന്ന പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം എത്രത്തോളം ദേഹത്തോട് ആകർഷണമുണ്ടോ അത്രത്തോളം നമുക്ക് ടൈറ്റ് ആയിരിക്കും. ഈ ദേഹബോധത്തിൽ നിന്നും വേറിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ദേഹത്തിൽ നിന്നും വേറിടുന്ന ആ ഒരു അഭ്യാസം സഹജമാക്കി മാറ്റണം. അങ്ങനെ സഹജമാക്കി മാറ്റുന്നതിനനുസരിച്ചിട്ട് മാത്രമേ
നമുക്ക് കർമാതീത സ്ഥിതിയിലേക്ക് ബാബയ്ക്ക് അപ്പോഴേ നമുക്ക് ആത്മബോധത്തിലേക്ക് നമുക്ക് കൂടുതൽ വരാൻ സാധിക്കുള്ളൂ. ആത്മബോധത്തിലേക്ക് നമ്മൾ എത്രത്തോളം ശക്തമായി വരുന്നുവോ അതിനനുസരിച്ച് മാത്രമേ ബാബയ്ക്ക് സമാനമായ ഒരു സംസ്കാരം നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുള്ളൂ. അതിനും ശേഷം മാത്രമേ നമ്മുടെ കർമാതീത സ്ഥിതിയും വിനാശവും എല്ലാം വരികയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ കുട്ടികൾക്ക് ചെയ്യാനുള്ളത് ഇതാണ്. ഇപ്പോൾ വിനാശത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വിനാശം വരുന്ന സമയത്ത് വരട്ടെ, അതെപ്പോഴാണെങ്കിലും വരും. ഡ്രാമയിൽ അത് ഫിക്സ്ഡ് ആണ്. വർഷം ഇന്ന തീയതിയിൽ വിനാശം വന്നിട്ടുണ്ട് എല്ലാ കൽപ്പത്തിലും. ആ സമയം തന്നെ ഇപ്പോഴും വന്നോളും. നമ്മൾ വിനാശത്തിന്റെ ബോധത്തിൽ നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല. പകരം ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് തയ്യാറെടുക്കലാണ്. ബാബ പറഞ്ഞതുപോലെ ഈ ആത്മീയ ഡ്രിൽ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആത്മബോധത്തിന്റെ ശാക്തീകരണം നമുക്ക് നടത്തണം. അതേപോലെ പരമാത്മാവിന്റെ ബാബയുടെ സംസ്കാരത്തിലേക്ക് സ്ഥിതിയിലേക്ക് നമുക്ക് ഉയരണം. അപ്പൊ ഇപ്പൊ നമുക്കതാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി എല്ലാവരും നന്നായിട്ട് ആത്മീയ ഡ്രിൽ പ്രാക്ടീസ് ചെയ്യുക. ഓം ശാന്തി.